കാർക്കടവ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കോഡ ഇന്ത്യയുടെ 2.0 പ്രോജക്റ്റിന്റെ ഭാഗമായി അവരുടെ രണ്ടാമത്തെ വാഹനം ഇന്ത്യൻ നിരത്തിൽ എത്തുന്നു എന്നതാണ് നവംബർ 18 വാഹന ലോകത്തെ ഏറ്റവും വലിയ വിശേഷം. മിഡ് സൈസ് SUV കുശാക്കിൻ്റെ വിജയകരമായ ഒരു ലോഞ്ചിന് ശേഷം ഈ വാഹനം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാഹനമാണ്. അതിനുശേഷം അവർ മിഡ് സൈസ് സെഗ്മെന്റിലേക്ക്, പ്രീമിയം സെഗ്മെന്റിലേക്ക് സ്ലാവിയ എന്ന വാഹനം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് മുംബൈയിൽ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നു. ആ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഹനം ടെസ്റ്റ് ഡ്രൈവിന് കിട്ടുമ്പോൾ വിശദമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് സ്ലാവിയ വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ വിവരങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ചാനലിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സ്ലാവിയയുടെ പ്രത്യേകതയെന്ന് സ്കോഡ ഓട്ടോ അവകാശപ്പെടുന്നത് അതിൻ്റെ കരുത്തുറ്റ TSI എഞ്ചിനാണ്. ഇത് 1 ലിറ്ററിലും 1.5 ലിറ്ററിലും ലഭ്യമാണ്. അതേപോലെ തന്നെ നൂതനമായിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് മികച്ച ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട്. വാഹനം 95% ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് പൂനെയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അതേപോലെ ഈ കാറിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടില്ല. ജനുവരി മാർച്ച് സമയത്ത്, അതായത് 2022 ആദ്യ പകുതിയിൽ വാഹനം നിരത്തിലെത്തും. 11,000 രൂപ കൊടുത്ത് ഈ വാഹനം ഇപ്പോൾ ബുക്ക് ചെയ്യാം. സ്ലാവിയ മാരുതി സിയാസിനോടും അതേപോലെ തന്നെ ഹ്യുണ്ടായി വെർണയോടുമൊക്കെ ആയിരിക്കും. അപ്പം ഈ വാഹനത്തിൻ്റെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള മറ്റ് വിശേഷങ്ങൾ പറയാം. ഈ സെഗ്മെന്റിലുള്ള ഏറ്റവും വീതിയേറിയ വാഹനമാണ് സ്ലാവിയ. 1752 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് മികച്ച ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും സേഫ്റ്റി സൗകര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രീമിയം സെഡാൻ 5 ആളുകൾക്ക് വിശാലമായി ഇരിക്കാൻ പര്യാപ്തമാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ സൗന്ദര്യം. അതിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ ടെക്നോളജി വൈസ് പറയുകയാണെങ്കിൽ അതിലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വളരെ വിശാലമായിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നൽകിയിരിക്കുന്നു. മറ്റൊന്ന് പറയാനുള്ളത് 521 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. മികച്ച ബൂട്ട് സ്പേസ് തന്നെയാണത്. അതേപോലെ തന്നെ 6 കളറുകളിൽ ലഭ്യമായ ഈ വാഹനത്തിൻ്റെ റെഡും ബ്ലൂവും ഇന്ത്യയിലേക്കും വേണ്ടി മാത്രം ആയിട്ടുള്ള 2 കളറും ഇന്ത്യയിൽ ലക്ഷ്യം വെച്ചിട്ട് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 95% ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്ലാവിയ, അതായത് പൂനെയിലാണ് ഇതിൻ്റെ നിർമ്മാണം. എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യം ആണ് എന്നാണ് പറയുന്നത്. സ്കോഡയുടെ യൂറോപ്യൻ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അവരുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതായത് 25.4 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇന്റീരിയറിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സ്ലാവിയയുടെ എല്ലാ വേരിയന്റുകളിലും മൈ സ്കോഡ ആപ്പ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഇതിനകത്തേക്ക് ഇതിൻ്റെ എല്ലാ വേരിയന്റുകളിലും വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്, അതായത് ഫ്രണ്ടിലെ മുൻനിരയിലെ വെന്റിലേറ്റഡ് സീറ്റുകൾ ഇതിലെ ടോപ്പ് വേരിയന്റുകളിൽ മാത്രമാണ് ലഭിക്കുക. മൾട്ടി കൊളിഷൻ ബ്രേക്ക്, ഒരു അപകടമുണ്ടായാൽ വാഹനത്തെ സുരക്ഷിതമായി നിശ്ചലമാക്കുന്ന ഈ സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് കൺട്രോൾ, റെയിൻ ആൻഡ് ലൈറ്റ് സെൻസറുകൾ, ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ പ്രായോഗിക സൗകര്യങ്ങളുള്ള ഒരു വൻ നിരയും സ്ലാവിയ നൽകുന്നു. പിന്നെ അതിൻ്റെ ടയർ പ്രഷർ മോണിറ്ററാണ് ഉപകാരപ്പെടുന്ന മറ്റൊരു സവിശേഷത. 6 എയർ ബാഗുകളുണ്ട്, ഐസോഫിക്സ് സംവിധാനങ്ങളുണ്ട്. ഒക്ടേവിയ എന്ന പ്രീമിയം സെഡാനിലൂടെയാണ് സ്കോഡ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് സൂപ്പർ, റാപ്പിഡ്, ലോറ തുടങ്ങിയ സെഡാനുകളിലൂടെ പ്രീമിയം സെഡാൻ വിപണിയിൽ കമ്പനി ഇന്ത്യയിൽ അഡ്രസ് ഉണ്ടാക്കി. ആ പാരമ്പര്യമാണ് സ്ലാവിയയിലൂടെ കമ്പനി തുടരാൻ പോകുന്നത്. സ്കോഡയും ഫോക്സ് വാഗനും ഔഡിയും ഒക്കെ ഉൾപ്പെടുന്ന യൂറോപ്യൻ ഗ്രൂപ്പ് ഇന്ത്യൻ വിപണിക്ക് വേണ്ടി തയ്യാറാക്കിയ MQB AO ഇൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് സ്ലാവിയ ഒരുങ്ങുന്നത്. സ്കോഡ കുശാക്കും ഫോക്സ് വാഗൻ ടൈഗൂണും ഇതേ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എഞ്ചിനുകളും ഗിയർ ഓപ്ഷനുകളും ഒക്കെ ആ വാഹനങ്ങൾക്കും സ്ലാവിയയ്ക്കും ഒരേപോലെയാണ്. ഇന്ത്യയിലെ ഫോക്സ് വാഗൻ ഗ്രൂപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന സ്കോഡ ഓട്ടോയാണ് കമ്പനിയുടെ ലക്ഷ്യം. സ്കോഡ സ്ലാവിയയുടെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട്, മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.